നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 7/3/2026 ശനിയാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കുറയുകയാണ്. നീക്ക് കോട്ടയം മാർക്കറ്റ് വില നോക്കുമ്പോൾ RSS 4 കിലോ 217, RSS 5 കിലോ 212, ISNA20 192, ലാസ്റ്റ്രിക്സ് 60% 146 90 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം മാർക്കറ്റ് വില. ഇനി കൊച്ചു വില നോക്കുമ്പോൾ RSS 4 കിലോ 217, RSS 5 കിലോ 212. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 144, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 108. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 205, ലോട്ട് കിലോ 187 മുതൽ 192. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 207, RSS 5 കിലോ 204. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 227 രൂപ 3 പൈസ, RSS 5 226 രൂപ 6 പൈസ. ഫീൽഡ് ലാറ്റിക്സ് 192, വ്യാപാരി വില 202. 25% DRC ഉള്ള 200 ലിറ്റർ പാലിനുള്ള 9600, 30% DRC ഉള്ള 200 ലിറ്റർ പാലിന് 11500, 35% DRC ഉള്ള 200 ലിറ്റർ പാലിന് 13440. കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 209, RSS 5 കിലോ 204, ISNA20 182 മുതൽ 182 50 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 122 രൂപ മുതൽ 136 രൂപ. ഇതാണ് രാവിലത്തെ റബ്ബർ വില. ഇങ്ങനെ അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന റബ്ബർ വില റബ്ബർ കർഷകർക്ക് വളരെ തീരാ ദുഃഖം തന്നെയാണ്. കൂലിയിൽ യാതൊരു മാറ്റവുമില്ല. കൂലി പഴയത് തന്നെ കൊടുക്കേണ്ടി വരും. കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 14,770, ഒരു പവന് 1,11,160, അതുപോലെ 24 ക്യാരറ്റ് 1 ഗ്രാം 16,113, ഒരു പവന് 1,28,904, അതുപോലെ 18 ക്യാരറ്റ് 12,085, ഒരു പവൻ 96,680. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. 1 ഗ്രാമിൻ്റെ മുകളിൽ 160 രൂപ, ഒരു പവന് മുകളിൽ 1,280 രൂപയാണ് ഇന്നലെ വൈകിട്ട് കുറഞ്ഞത്. തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 80, പച്ചത്തേങ്ങ 50 മുതൽ 80, കൊക്കോ 330, കച്ചവടം ഉണങ്ങിയത് 500, കൊപ്ര എടുത്തപിടി 163, വെളിച്ചെണ്ണ ലിറ്റർ 410, കശുവണ്ടി 130, അടയ്ക്ക പുതിയത് 390, പഴയത് 360, കാഞ്ഞിരക്കുരു 1880, ഹയറേഴക്കയർ 10, കരിപ്പൊട്ടിക്കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോടുകൂടി 320, ഗ്രാമ്പു 810, നാടൻ ഗ്രാമ്പ് 925, പിണ്ണാക്കസ്ഫല 44, റോട്ടറി 46, കുരുമുളക് കുരുമുളക് 694, കുരുമുളക് പുതിയത് 684, കുരുമുളക് ഗാറുള്ള കിലോ 714, ചുക്ക് പെസ്റ്റ് 300, മഞ്ഞൾ ശേല 155, എള്ള് കിൻഡൽ 2500, കാപ്പിക്കുരു 36,000. നമ്മുടെ കുട്ടികൾ ശ്രീജയെ ഒരു മാതൃകയാക്കി തന്നെ ജീവിതത്തിൽ മുന്നേറണം. പണി തീരാത്ത വീട്ടിൽ നിന്ന് ശ്രീജ എന്ന മിടിമിടുക്കി പൊരുതി നേടിയ സിവിൽ സർവീസിൽ 57ാമത്തെ റാങ്കിൽ. ഒരു തവണ മാത്രമേ സിവിൽ സർവീസ് പരീക്ഷ എഴുതൂ എന്ന് നിർബന്ധമുണ്ടായിരുന്ന ശ്രീജ 2021 ഡയറിയിൽ എഴുതി വച്ചിരുന്നു. മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ട് ജീവിതത്തിൽ മുന്നേറുമ്പോൾ ഇങ്ങനെയുള്ള ശ്രീജമാരെ നമ്മുടെ സമൂഹത്തിൽ ഒരു മാതൃക തന്നെ ആക്കണം. കാര്യം ആധുനിക കുട്ടികൾക്ക് ഫാസ്റ്റ് ഫുഡിനോട് അമിതമായ ആഗ്രഹവും മറ്റും നടക്കുന്ന കുട്ടികൾ ഇങ്ങനെ ശ്രീജയെ പോലുള്ളവരെ മാതൃകയാക്കി അവരുടെ പഠനത്തിൽ വളരെയേറെ മുന്നേറണം. നല്ല രീതിയിൽ ഉയരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് മറക്കരുത്.